ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സമയത്തിലുള്ള എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത്. അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തെ എന്തോ ഒരു വലിയൊരു സൗണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, അവിടെ ഒരു മാവ് ഒടിഞ്ഞ് വീണതാണ്. അപ്പോൾ ദേ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും കൂടെ നിന്ന് മാങ്ങ പെറുക്കുവാണ്. അപ്പോൾ ദേവൂട്ടിയും കൂടെ ഓടി ചെന്ന് കേട്ടോ, അവരുടെ കൂട്ടത്തിൽ ഓടി ചെന്ന് മാത്രമല്ല, ദേ ഈ ഒരു കവർ നിറയെ അവൾ മാങ്ങ പറക്കി എടുത്തു. അവിടുത്തെ ചേച്ചിമാരൊക്കെ അവൾക്ക് മാങ്ങ എടുത്ത് കൊടുത്തു കേട്ടോ. പഴുപ്പിക്കാൻ നല്ല മാങ്ങയാണ് കേട്ടോ അവിടെ നിന്ന് ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദേ വിഷ്ണു വാവേനെ വെച്ചിട്ട് ഇങ്ങനെ ഉറക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്നുണ്ട്, കാരണം എല്ലാവരും കൂടെ മാങ്ങ പറക്കണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നോക്കി. അപ്പോൾ ദേവ് എടുത്തത് ഇത്രയും മാങ്ങയായിരുന്നു. ഇത്രയും ദേവ് എടുത്തതല്ല, പിന്നെ ആ ചേച്ചിമാർക്ക് കുറേ എടുത്ത് കൊടുത്ത് കൊണ്ടുപോകും പഴുപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അത്രയും നല്ല ആൾക്കാരുണ്ട് സമയത്തിലുള്ളത്. ഞാൻ പറഞ്ഞില്ല, മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെയാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇതൊക്കെയെന്ന് പറയുന്നത്. നമ്മളെന്തായാലും ഇപ്പോഴൊന്നും തിരിച്ചു പോവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും മാങ്ങിയെന്ന് വേണ്ടാന്ന്. പക്ഷെ പഴുപ്പിക്കാൻ നല്ലതാണ്, വെച്ചിരുന്നാൽ നല്ലവണ്ണം പഴുക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ വാങ്ങിച്ച് നമ്മൾ കാറിനകത്ത് തന്നെ വെച്ചു കേട്ടോ. പിന്നെ പഴുക്കോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നോക്കാം എന്താവും ഈ മാങ്ങയുടെയൊക്കെ അവസ്ഥ എന്നുള്ളത്.